എന്ത് പരിപാടി? നല്ല മഴ, നമുക്കൊന്ന് നടക്കാൻ പോയാലോ? പിന്നെന്താ, റെയിൻകോട്ട് പിടിച്ചോ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ നടക്കാനായിട്ട് പോയി. പോകുന്ന വഴിയിലെ ഇലകളിലെ വെള്ളം മുഴുവൻ ഞാൻ തന്നെ കുലുക്കി എന്റെ ദേഹത്തേക്ക് ഇടുന്നതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു തണുത്ത കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴ തോർന്നു നിന്ന സമയമായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. ഈ പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെ നടക്കുന്നതൊക്കെ നല്ലതാണല്ലോ. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു വരുന്ന വഴി വീടുകളിലെ മതിലുകളിലെല്ലാം ഇങ്ങനെ ബോഗൻവില്ല പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കുറെ പൂക്കളൊക്കെ ഇങ്ങനെ ഒടിച്ചെടുത്തു. ചുമ്മാ ചേട്ടനൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാനും ചേട്ടനും ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു. മഴ വരുന്ന സമയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് ബൈക്കിൽ ഇങ്ങനെ മഴ കാണാൻ വേണ്ടി പോകുമായിരുന്നു. അതൊക്കെ ഒരു കാലം, നല്ല രസമായിരുന്നു. മഴ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ തന്നെ വയലിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു. അതൊക്കെ നല്ല രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു യക്ഷിപ്പന കണ്ടു. കുറെ നാളായി യക്ഷിപ്പനയൊക്കെ കണ്ടിട്ട്. പണ്ട് നമ്മൾ ഈ കഥ ബുക്കിലൊക്കെ വായിച്ചിട്ടില്ലേ, ആ യക്ഷിപ്പനയാണിത്. അങ്ങനെ ഞങ്ങൾ ചേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിലെത്തി. അവിടെ ഉമ്മയും ഉമ്മുമ്മയൊക്കെ ഉണ്ട്. അവരോട് കണ്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഉമ്മയ്ക്കും ഉമ്മുമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നെ വിളിച്ചിരുത്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഉമ്മയുടെയും കാലത്തെ ഗർഭകാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം പറഞ്ഞു തന്നു കേട്ടോ. എന്നിട്ട് ഉമ്മുമ്മ പോയി നല്ല ചക്ക വേവിച്ചതും നല്ല ബീഫ് വരട്ടിയതും കൊണ്ടുതന്നു. എന്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് രുചിയായിരുന്നു. ഞാനാണെങ്കിൽ ആ ബീഫ് വരട്ടിയതെടുത്ത് ആ ചക്കയുടെ ഇടയിൽ വെച്ച് സാൻഡ്വിച്ച് പോലൊക്കെ കഴിച്ചു നോക്കി. അടിപൊളിയായിരുന്നു, നല്ല കിടുക്കാച്ചി ബീഫ്. പിന്നെ ഉമ്മ ഇങ്ങനെ ചക്കയൊക്കെ കൊണ്ടിടുന്നുണ്ടായിരുന്നു. ആ ചക്കയ്ക്കാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരുന്നു. നല്ല നെയ്യൊക്കെ ഒഴിച്ച് വരട്ടിയെടുത്തൊരു ഫീലായിരുന്നു. പിന്നെ എനിക്ക് അടിപൊളി ഒരു ചായ കൊണ്ടു തന്നു. അതിങ്ങനെ ഞാൻ ഇങ്ങനെ ചൂടോടെ ഊതി 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 കുടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാനും ചേട്ടനും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കിനും ഒരു ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തു. പെട്ടെന്ന് ഞാൻ പോയി കോട്ടൊക്കെ എടുത്തിട്ട്. ഈ സമയത്ത് പനിയൊന്നും പിടിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു ഗുളിക പോലും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ബേബി ബമ്പൊക്കെ കാണിച്ച് ഷോ കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.